ലൈംഗികാരോപണ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ നടപടി തെറ്റെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പരസ്യ പിന്തുണ നൽകുന്നത് സ്ത്രീ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. യുവതിയുടെ പരാതിയിൽ നടപടിയിൽ വിട്ടുവീഴ്ചയില്ല. അന്തസ്സും മാന്യതയും ഉണ്ടെങ്കിൽ രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ആ കുട്ടിയും രാഹുൽ മാങ്കൂട്ടവുമായുള്ള ടെലിഫോൺ സംഭാഷണം കേട്ട ഒരാൾക്കും ഇത്രയധികം വലിയൊരു പീഡനം ഒരുപക്ഷെ നമുക്ക് ഇതുവരെ കേൾക്കാത്ത നിലയിലുള്ള കാര്യങ്ങളാണ് ഈ സംഭാഷണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ആകെ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി ഈ സംഭവത്തെ ശക്തമായി എതിർത്തെങ്കിൽ പോലും കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും എല്ലാവിധ പിന്തുണയും പ്രത്യക്ഷമായും പരോക്ഷമായും കൊടുക്കുകയാണ്. ഷാഫി പറമ്പിലായിരുന്നാലും KPCCയുടെ മുൻ പ്രസിഡന്റ് സുധാകരനായിരുന്നാലും പരസ്യമായി തന്നെ എല്ലാ പിന്തുണയും കൊടുക്കുന്നതിന് വേണ്ടി ഒരു മടിയും കാണിക്കുന്നില്ല. അത് കേരള ജനതയോടും സ്ത്രീ സമൂഹത്തോടുമുള്ള ഒരു വെല്ലുവിളിയായിട്ട് മാത്രം കാണുന്നതിന് വേണ്ടി കഴിയുള്ളൂ. ഗവൺമെന്റിന് കിട്ടിയ പരാതി നിയമാനുസരണമുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്ന അക്കാര്യത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവാൻ സാധ്യത ഇല്ല. അന്തസ്സുണ്ടെങ്കിൽ മാന്യതയുണ്ടെങ്കിൽ ഇത് രണ്ടും അയാൾക്കില്ലെന്നറിയാം, എങ്കിൽ പോലും അയാൾ രാജിവെക്കേണ്ടതാണ്. രാഹുലിനെ അനുകൂലിക്കുന്നവരെ കോൺഗ്രസായി കാണാനാവില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. 1% പോലും ഇരയ്ക്കെതിരെ ശബ്ദിക്കാൻ പാടില്ല. ഇരയെ നിരന്തരം വെല്ലുവിളിച്ച് പരാതി നൽകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. രാഹുൽ വടി കൊടുത്ത് അടി വാങ്ങിയതാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. പാർട്ടി നടപടി എടുത്തല്ലോ, ആ എടുത്ത നടപടി അംഗീകരിച്ച് അത് അംഗീകരിച്ച് മുമ്പോട്ട് പോകാൻ അയാൾ ചെയ്യേണ്ടത്. തയ്യാറായില്ലെങ്കിൽ കണ്ടാൽ അറിഞ്ഞില്ലെങ്കിൽ കൊണ്ടാൽ അറിയും. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ ഇര മുഖ്യമന്ത്രി എടുത്ത് പോയത് എന്തുകൊണ്ടാ? നിരന്തരമായി മാധ്യമങ്ങളിലൂടെ വെല്ലുവിളിച്ചു. എനിക്കെതിരെ പരാതിയില്ല, പരാതി വരട്ടെ, നോക്കാം, കാണാം. പരാതി വന്നാൽ പരാതിയെ നേരിടേണ്ടതിന് പകരം അദ്ദേഹം എന്താ ഇപ്പൊ ചെയ്ത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവും ഇതിനെ അനുകൂലിച്ചിട്ടില്ല. ആരെങ്കിലും അനുകൂലിക്കുന്നെങ്കിൽ അവരെ കോൺഗ്രസായി കാണാൻ എനിക്കാവില്ല.